എന്റെ ഏട്ടനെ തായോളി മൈരേന്ന് വിളിക്കാണ്ട് നിങ്ങൾ എന്റെ വീട്ടുകാരനും പോയി വിളിക്കടാ തെണ്ടികളെ. എന്റെ കെട്ടിയവനിയാ. കുറിച്ച് എന്താണ് അഭിപ്രായം? എല്ലാവർക്കും നമസ്കാരം. ഇലക്ഷൻ കോമഡികൾ ഒരു സൈഡിൽ നടക്കുകയാണ്, മറു സൈഡിൽ രണാസുന. ഇലക്ഷൻ കോമഡിയെക്കാളും വലിയ കോമഡിയാണ് രണാസുനയുടെ കോമഡികൾ. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ ഇന്നലെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു പള്ളിയിൽ ഉത്സവമായിട്ട് അവിടെ പോയായിരുന്നു. ഞാനും അമ്മയും കൂടി പോയ സമയത്ത് എൻ്റെ അടുത്തൊരു പെൺകുട്ടി വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാനൊരു മൈൻഡ് ഔട്ടായിട്ട് നിന്ന് വേറെ എന്തോ ഒരു സാധനം ഇങ്ങനെ തലക്കകത്ത് കയറി ഇതുപോലെ നിന്ന്. ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് തോന്നിക്കാണും ഇവൻ ജാടത്തെണ്ടി നാറിയാണെന്ന് ചിലപ്പോൾ തോന്നിക്കാണും, മേ ബി. കാരണം എനിക്കത് അങ്ങനെ ഫീൽ ചെയ്ത് ഞാൻ പിന്നെ നിന്ന് ആലോചിച്ച് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ അമ്മ എന്തോ സംസാരിക്കുന്നുണ്ട്, ഞാൻ വേറൊരു മൈൻഡിലായിരുന്നു, വേറൊരു കാര്യം ചെയ്തുകൊണ്ട് നിന്ന് അതിലെന്തോ മൈൻഡായി അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ട് വന്നു. ആ പെൺകുട്ടി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അതിലല്ലേ? ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അപ്പോൾ വീട് ഇവിടെയാണോ എന്ന് ചോദിച്ചു. ഞാൻ ഓ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ടൊന്നും ചോദിച്ചതുമില്ല. ഞാൻ വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ നിൽക്കുകയായിരുന്നു. കാരണം വേറെ കുറച്ച് കാര്യം ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ പെട്ട് ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ലായിരുന്നു. എന്തെങ്കിലും മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ചാടത്തേണ്ടിയൊന്നുമില്ല. ഞാൻ സാധാരണ എന്നോടൊന്ന് സംസാരിക്കും, എല്ലാവരും സംസാരിക്കാറുണ്ട്. പക്ഷെ എന്തോ എനിക്ക് ആ സമയത്ത് ഞാനിങ്ങനെ പോയിന്റ് ഔട്ടായി, ഒരു ബ്ലാങ്ക് ഔട്ടായിപ്പോയി. അതാണ് അതിൻ്റെ കറക്റ്റ്. ഓക്കെ, എന്തായാലും ആ പെൺകുട്ടി വീഡിയോ അഥവാ കാണുകയാണെങ്കിൽ ഒന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താലും ചിലപ്പോൾ എല്ലാ കമൻറ്റും ഒന്നും നോക്കൂല. അത് മാത്രമല്ല, നാളെ കുറച്ച് തിരക്കാണ്, വേറെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ കമൻറ്റ് നോക്കാൻ സമയമില്ല. ഉറപ്പായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ കാണുവാണെങ്കിൽ വന്ന് മെസ്സേജ് അയക്കുക. എനിക്ക് തന്നെ പേഴ്സണലി എന്തോ പോലെ ഒരു ഫീൽ തോന്നി, ഒരു റിഗ്രറ്റ് എന്തോ ഒരു സാധനം എനിക്ക് അടിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ആ ഒരു ആളുടെ അടുത്ത് എനിക്ക് സംസാരിക്കണമെന്നുള്ള ഒരു സാധനമുണ്ട്. അതുകൊണ്ടാണ് ഉറപ്പായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പം നമുക്ക് രേണുസുതിയുടെ ഒരു യൂണിവേഴ്സിലോട്ട് തന്നെ പോവാം. അതായത് നമ്മുടെ പ്രിയങ്ക ചേച്ചിയില്ലേ, പ്രിയങ്ക ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടു നോക്കാം. എന്നിട്ട് വേറെ കുറേ കാര്യങ്ങൾ കേൾക്കാനുണ്ട്. പിന്നെ നമ്മുടെ അഖിൽ മാരാർജിയിലോട്ട് പോകാനുണ്ട്. ആള് സുഖപ്രസവം നടത്തിയിട്ട് ഇപ്പൊ ഇരിക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആളിപ്പോ വൻ സുഖപ്രസവത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രിയങ്ക ചേച്ചി പറഞ്ഞത് ആദ്യം ഒന്ന് കേട്ട് നോക്കാം. നിങ്ങളിപ്പോ ഈ അവാർഡ് കൊടുത്ത കുട്ടികളൊക്കെ വേറെ കണ്ടന്റ് ചെയ്തിട്ടാണോ അവർക്ക് കിട്ടിയത്? അല്ലല്ലോ, നല്ല രീതിയിലുള്ള കണ്ടന്റ് കൊടുത്തിട്ടില്ലേ? നല്ല രീതിയിലായാലും കണ്ടന്റ് കൊടുത്ത സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താണ് കൂടുതൽ ചേച്ചി പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ, ഈ പറയുന്ന പോലെ കാശ് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന അത് ഇതൊക്കെ. ഈ ആണുങ്ങളെന്ന് പറയുമ്പോൾ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ കുറെ കാമക്കടവുകളുണ്ട്. അവന്മാർ മാത്രമേ ഇമാതിരി ഊള പരിപാടികളൊക്കെ പോയി കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കാണത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരിക്കലും കാണത്തില്ല. സീരിയസ്ലി ഞാൻ പറയാം, 5 പൈസ കളഞ്ഞിട്ട് ഞാൻ ഇതുപോലത്തെ കൂറ പരിപാടി ഞാൻ കാണത്തില്ല. ഞാൻ അന്തസ്സായിട്ട് കാണുന്നുണ്ടെങ്കിൽ സൈറ്റിൽ കയറി കാണും, അന്തസ്സുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പൈസ കൊടുക്കാതെ കിട്ടുന്നത് കാണും. അല്ലാണ്ട് പൈസ കൊടുത്ത് ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടുമില്ല, ഇനിയോട്ട് കാണത്തുമില്ല. ഇമാതിരി ഊള പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. എന്തിന്? രേണു ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് അവൾ ഇടുന്ന എടുത്ത് വെച്ച് കണ്ടന്റ് ആക്കാം. എന്നിട്ട് പോലും അവളെ ഊള പരിപാടി ഞാൻ പൈസ കൊടുത്ത് ചെയ്തിട്ടില്ല. വേറെ പലരും എടുത്ത് ചെയ്യുന്നതിന് ഞാൻ എടുത്ത് കണ്ടന്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പറ. ചേച്ചി കാണുന്ന നല്ല ഡ്രസ് ഇട്ട ആൾക്കാരെ കാണാനാണോ ഇഷ്ടം? ഇതേപോലെ നല്ല ഡ്രസ്സൊക്കെ ഞാൻ നിങ്ങളോട് തന്നെ തിരിച്ചു വയ്ക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ കാണാൻ ഇഷ്ടം? ഞാനൊരു കാര്യം പറയാം, എനിക്ക് സീരിയസ്ലി പെൺകുട്ടികളെ ഒരുമാതിരി വൾഗർ ഡ്രസ്സ് ഇട്ടിട്ട് പൊതുസമൂഹത്തിൽ കാണുന്നതോ എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല. നമ്മൾ ആസ്വദിക്കാറുണ്ട്, ഞാൻ വലിയ നന്മവരോന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ കൂടെ ഒരു പെൺകുട്ടി നിന്നാൽ കൂടി, ഇപ്പൊ എൻ്റെ ഫ്രണ്ടായിട്ട് വന്ന് നിന്നാൽ കൂടി അത്യാവശ്യം മോഡേൺ ഡ്രസ്സൊക്കെ നല്ലതാണ്. ഒക്കേഷൻ അനുസരിച്ചിട്ട് മോഡേൺ ഡ്രസ്സ് ധരിക്കുന്നതും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ വൾഗറായിട്ടൊക്കെ വന്ന് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സീരിയസ്ലി ഞാൻ പറയും, എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. കാരണം എന്നോട് വന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ മോഡേൺ ഡ്രസ്സ് ഇഷ്ടമാണ്, ജീൻസ് ഇഷ്ടമാണ്, ടോപ്പ് ഇഷ്ടമാണ്, എല്ലാം അതൊക്കെ നല്ല മോഡേൺ ആയിട്ട് വരുന്ന നല്ല ചേരുന്ന ഡ്രസ്സുകൾ ഇട്ട് വരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇമാതിരി രേണുസുതിയെ പോലെ അവിടെ ഇവിടെ 2 വരയും കാണിച്ചു കൊണ്ട് വന്ന് കിടന്ന് കാണിക്കുന്ന പട്ടി ഷോകൾ കാണുമ്പോൾ സത്യം പറയാലോ ചവരി പിടിച്ചിടിക്കാന്നുള്ള കാര്യം പറയാം. അല്ലാണ്ട് ഒരു ഒരു തേങ്ങ ഇല്ലേ എന്നാലും എന്നാ കാണിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ഞങ്ങളിപ്പോൾ കാണിക്കുക. അതിനേക്കാളും എനിക്കുണ്ടെന്ന് തോന്നുന്നു. ചുമ്മാ അറിഞ്ഞേട്ടോ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്നെഞ്ചിൽ കൂടി ഒരു അമ്മാതിരി ഒന്നുമല്ല, ചുമ്മാ തള്ളിയാനേട്ടാ. അതല്ലേ ഇഷ്ടം? അതെ, ഓരോരുത്തരുടെ ശരീരത്തിൽ ചേരുന്ന ഏത് ഡ്രസ്സും ഏതൊരു വ്യക്തിക്കും അത് സമൂഹത്തിൽ വരുമ്പോൾ അത് വളരെയാവാതിരിക്കാൻ നോക്കുക. കാരണം കറക്റ്റ് പോയിന്റ് അവർ പറഞ്ഞു. അതായത്
ഞാനിപ്പോ നാളെ അത് വേണ്ട, എന്നെ സംബന്ധിക്കണ്ട, വേറെ ആരെങ്കിലും പോട്ടെ പുല്ല് അവരവർക്ക് ചേർന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരിക. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒക്കേഷൻ അനുസരിച്ച് അവരവരുടെ ശരീരത്തിനും അവരവരുടെ ആ ഒരു സ്ട്രക്ചറിനും ചേരുന്ന ഡ്രസ്സ് ഇടുക. അല്ലാണ്ട് ചുമ്മാ വാല കോലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല അപരാധങ്ങളുമായിട്ട് വലിഞ്ഞു കയറി വലിച്ചു കയറ്റിക്കൊണ്ട് വരുന്ന ടീംസിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് ആയാൽ കൂടി എടാ മോഡേൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നൈസായിരിക്കും എന്ന് വെച്ചിട്ട് ഒരുമാതിരി വൾഗറായിട്ട് വന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ഞാൻ അതേ പറഞ്ഞോളൂ. ഇപ്പം നമ്മൾ എന്ന് വെച്ചിട്ട് നാളെ വീഗാലാൻഡിൽ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അല്ലെങ്കിൽ ഞാനും പോട്ട് കുറേ പെമ്പിള്ളേരെല്ലാവരും കൂടിയൊക്കെ ഇട്ട് ട്രിപ്പ് പോവുകയാണ്. അവിടെ പോയിട്ട് പൂളിൽ ഇറങ്ങുമ്പോൾ സാരി ഉടുത്തോണ്ട് ഇറങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലായ? പൂളിലിറങ്ങുമ്പോൾ ആ ഡ്രസ്സ് ഇടുക. പക്ഷെ നമ്മളൊരു പൊതുസമൂഹത്തിൽ 10 ആളുടെ ഇടയ്ക്കും നമ്മൾ ആ ഒരു ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ്സ് ധരിച്ചില്ലെങ്കിൽ അത് മോശമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കാനുള്ള സാമാന്യ ബോധം നമ്മൾ കാണിക്കുക. അതേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ എങ്ങനെയൊക്കെ വന്ന് അത്രയും വലുതായിട്ട് നടന്നു പോയാലും മുഖത്തൊരു ചുണ്ടി വരുന്നത് സാധാരണയാണ്. അത് നമ്മുടെ കേരളത്തിൽ കുറച്ച് കൂടുതല. അതൊന്ന് ശ്രദ്ധിക്കാൻ മാത്രമേ ഞാൻ പറയാറുള്ളൂ. എനിക്ക് ശരീരത്തിൽ ചെയ്യുന്ന ഡ്രസ്സിന് എനിക്ക് ഇടാൻ പറ്റുള്ളൂ, അല്ലാതെ ഞാൻ ഇട്ട് നടക്കൂല്ല. എനിക്ക് ഇഷ്ടം, എനിക്ക് സാരി കൊടുത്ത് നിങ്ങളുടെ ഞാൻ ഇടാൻ ഇഷ്ടം, അതേപോലെ ഞാൻ പോകും. അതെ, നല്ലതാ. അവർക്ക് ഇഷ്ടം സാരി കൊടുത്ത് നടക്കാനാണ്. ഇവിടെ എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. അവരവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്ത് വേണം എവിടെ വേണം ഇടാനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ശരീരം എൻ്റെ അത് ഇതെന്നൊക്കെ പറഞ്ഞും കൊണ്ട് എന്ത് തോന്നിവാസം കാണിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓക്കെ ആ സെറ്റപ്പിൽ നടക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ എന്തും വലിച്ചു കയറ്റി എനിക്കിവിടെ എന്തിടാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഴിഞ്ഞാട്ടമല്ല കാണിക്കേണ്ടത്, കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എന്ത് വീഡിയോസും ചെയ്യാം, ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ തന്തയുടെ ഷെയറും കൂടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കുണയ്ക്കുന്നവളുമാർ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടി ഇത് നിൻ്റെ ഒന്നും തറവാട് സ്വത്തല്ല, ഇവിടെ കുട്ടികൾ അടക്കം യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ സ്ഥിതിക്ക് അതിൻ്റെതായ രീതിയിൽ മാന്യത കീപ്പ് ചെയ്ത് വീഡിയോ ഇടാൻ ശ്രമിക്കുക. നീക്ക് അപരാധങ്ങൾ മെമ്പർഷിപ്പ് അതും ഇതും കോപ്പുകളും ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ മറ്റേ അടുത്ത പരിപാടിയാണ് കാണിക്കുന്നത്. നിനക്കൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിനക്കൊക്കെ അത്ര ഇത് മുട്ടി കിടക്കുന്നുണ്ടെങ്കിൽ പാതിരാത്രി വല്ല പാലത്തിനിടയിൽ മെയിൻ കുനിഞ്ഞിരി. അല്ലാണ്ട് ഇമാതിരി പേക്കൂത്തുകളൊന്നും സോഷ്യൽ മീഡിയയിലല്ല കാണിക്കേണ്ടത്. പറഞ്ഞെന്നേ ഉള്ളൂ. ഇതെന്താ ഫിൽറ്റർ ഇല്ലെങ്കിൽ വംശനാശം വന്നു പോകേണ്ടി വന്ന ഒരു ജീവി. അതേത് ജീവി? എന്തായാലും രണാസുന എന്താ നിനക്ക് ഫിൽറ്റർ ഇല്ലെങ്കിൽ വംശനാശം വന്നു പോയ തന്നെ ജീവിയാ? എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, നോക്കാം രണാസുനെ പറ്റിയിട്ട്. ഇതെന്താ രണാസുന, നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ചാറ്റ് അല്ല അത്. ചാറ്റിൻ്റെ കാര്യം ഇതൊരു വിട്ടില്ല, നീ കിടന്ന് മെഴുകുന്നുണ്ടല്ലോ. ഇതെന്താ താഴെ? ഇതെന്താ ജീവി? ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കല്ലേ അതിലെന്നും പറയില്ലേ, ബോഡി ഷെയ്മിങ് ആണെന്നും പറയില്ലേ. എന്നടാ പണ്ണി വച്ചിരിക്കുന്നത്. അയ്യോ, മദർ തെരേസ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഇത് തെരേസ ആയിപ്പോയി. താഴത്ത് നോക്കട്ടെ. എൻ്റെ മാനേജറിനെ ഇതെന്താ, ഏത് ഭാഷ ഇത്? മലയാളി. കോണ്ടാക്ട് ചെയ്യുവാനെങ്കിൽ ഒരു ചായ കുടിക്കാനോ ഒരു ഡ്രൈവറിന് പോവാനോ സെൽഫി എടുക്കാനോ എന്ന ഉദ്ദേശത്തിൽ അതിൽ എന്താണ് ലൈംഗിക ചൂഷണം? കറക്റ്റ്. എൻ്റെ മാനേജറിനെ കോണ്ടാക്ട് ചെയ്യുവാനെങ്കിൽ ഒരു ചായ കുടിക്കാനോ ഒരു ഡ്രൈവറിന് പോകാനോ. ഡ്രൈവറെ കൊണ്ട് എങ്ങോട്ട് പോകണടി നീ? അവളെ ചായ കുടിയും ഡ്രൈവർ അടിയും ഷെയ്ക്കടിയും. നീ കൊച്ചു കുറുമ്പിയാകുന്നുണ്ട് രണാസുന. നിന്റെ ഷെയ്ക്ക് കാരണം ഇവിടെ ഇപ്പം മലയാളികൾക്ക് കണ്ണു തുറന്ന് ജീവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടി അവളെ മദർ തെരേസയും കൊണ്ട് വന്നിരിക്കുന്ന അവരെയും കൂടി മാനം കെടുത്താനായിട്ട് അപരാധം. എന്തായാലും പഠിപ്പും വിദ്യാഭ്യാസം വിവരം ഇപ്പോഴും ഇല്ല എന്ന് നീ വീണ്ടും തെളിയിക്കുകയാണ്. നിന്റെ പേജും നിന്റെ പോസ്റ്റൊക്കെ എഡിറ്റ് ചെയ്യുന്ന നീ തന്നെയാണോ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുവാണ്. നീ തന്നെയാണെങ്കിൽ വളരെ കഷ്ടം. ഇനിയെങ്കിലും മലയാളം എഴുതാനൊന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഉദ്ദേശിച്ച് വരുന്നത് എഴുതാനെങ്കിൽ ഒന്ന് പഠിക്കുക. ഡ്രൈവിനാണ് ഉദ്ദേശിച്ചത്, ഇപ്പോൾ എഴുതി വന്നപ്പോൾ ഡ്രൈവറിനും ആയിപ്പോയി. ഇതാണ് നിന്റെ അവസ്ഥ. സൂക്ഷിക്കണം. ഒന്നുകിൽ നിന്റെ കൂട്ടത്തിലുള്ള ആർക്കും പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഇല്ല, തങ്കം ചേട്ടനും ഉൾപ്പെടെ. ഇനി നിനക്കില്ല എന്ന് എനിക്ക് നേരത്തെ ഓൾറെഡി അറിയാം. ആ സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തോന്നും മറ്റൊരു സംഭവമില്ലേ, ഞാൻ ഒരു ലൈറ്റ് കത്തിച്ച് കാണിച്ചെന്ന്. ഇത് ഞാൻ ഇന്നലെ ഈ പറഞ്ഞ പരിപാടി പള്ളി പരിപാടിക്ക് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. 100 രൂപ. കൊള്ളാം. ലൈറ്റ് കത്തണോണ്ട് ലാഭം തന്നെയാണ്. പിന്നെ നല്ല രസമുണ്ട് ഇത് പുതുക്കിയിരിക്കുക. അതൊക്കെ ഒരു കാലം. ഇനി രാവിലെ തുടങ്ങിയോ ക്രിമികടി? എന്തു പറയണു? നിനക്ക് ക്രിമികടി തുടങ്ങിയോന്ന് ചോദിക്കുകയാണ്. ഡോക്ടറാണെന്ന് തോന്നുന്നു ചോദിച്ചത്. എന്തായാലും നീ പറ, ഒന്ന് കേൾക്കട്ടെ. ആടാ, നിനക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ല. കാരണം എന്താ വെച്ചാൽ നിന്റെ പെണ്ണുപിള്ളക്ക് രാവിലെ
ഇതാണല്ലോ. അപ്പൊ ഇതിന്റെ വീട്ടുകാർക്ക് മൊത്തം ഇതാണല്ലോ ഈ അസുഖം. ഓ ഏതാണല്ലോ യെസ്, അതിൻ്റെ ഇടയിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെക്കുന്നത് എന്തിനാ? അതറിയാം, പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഓക്കെ, അതിരിക്കട്ടെ. എന്തായാലും രാവിലെ കൃമികടി തുടങ്ങിയോന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് നിന്റെ പെണ്ണും പിള്ളയ്ക്ക് ക്രിമികടിയാണെന്ന്. അവളുടെ പെണ്ണും പിള്ളയ്ക്ക് ക്രിമികടിയാണെന്ന് നിനക്കെങ്ങനെ അറിയാം? അപ്പം നീ മുഖം കണ്ട് മനസ്സിലാക്കിയോന്നല്ലേ നീ ഇപ്പോൾ ചോദിച്ചു? അങ്ങനെയാണ് നിന്റെ മുഖം കണ്ടപ്പോൾ അവന് മനസ്സിലാക്കി കാണും ഒരു പക്ഷേ നിനക്ക് ക്രിമികടിയാണെന്ന്. മേ ബി ഹീസ് എ ഡോക്ടർ, അതുകൊണ്ടായിരിക്കും. എന്തായാലും നിന്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ ആർക്കാരും തോന്നുന്നു നിനക്ക് ക്രിമികടിയും വേറെ എന്താ കുത്തി ഉളുപ്പും പിടിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നിന്നെ കണ്ടു കഴിഞ്ഞിട്ട് ആരെങ്കിലും ക്രിമികടി ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു തെറ്റുമില്ല. നിന്നെപ്പോലെ ഒരെണ്ണത്തിന് ക്രിമികടി ഇല്ലെങ്കിലേ അത്ഭുതം. ഉള്ള കാര്യം പറയല്ലേ, ഇത്രയും കടിയുള്ള ഒരു വേറെ ജീവിയെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, കുറച്ച് കപ്ലങ്ങ എടുക്കട്ടെ മാണിക്ക്. കപ്ലങ്ങയും കൊണ്ട് എങ്ങോട്ടാ നീ കടി തീർക്കാൻ പോകുന്നേ? ആട്ടെ, എന്താ ക്ലപ്പളക്കളക്കളങ്ങ വെച്ചിട്ടുള്ള പരിപാടി? നീ കടി തീർക്കാൻ ഇപ്പൊ കപ്ലങ്ങയാണോ ഉപയോഗിക്കുന്ന സുഹൃത്തെ? കൊള്ളാം. കപ്ലങ്ങ വെച്ചിട്ട് എന്തായിരിക്കും പരിപാടി? അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ കടി തീർക്കുന്നത്? അല്ലെങ്കിലും നിനക്ക് കുറച്ച് കടി കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നതിൽ എന്തോ ശരിയുണ്ട്. അപ്പോൾ അതും ഈ കപ്ലങ്ങ കടിയുമായിട്ട് എന്താണ് ബന്ധമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഒരു ഡോക്ടർ ആയിരിക്കണം. മേ ബി ക്രിമികടി ഉണ്ടോയെന്ന് ചോദിച്ചു. നീ അവൻ്റെ പെണ്ണും പിള്ളേരെ ക്രിമികടി കയറി പിടിച്ചു. എന്തായാലും മേ ബി ഒരു പക്ഷേ അവൻ ക്രിമികടി നിന്നെ കണ്ടപ്പോൾ തന്നെ തോന്നിക്കണം നിനക്ക് ക്രിമികടിയിലെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടെന്ന്. അതുകൊണ്ടായിരിക്കണം മേ ബി ചോദിച്ചത്. എന്തായാലും രാവിലെ തന്നെ നിനക്ക് ക്രിമികടി തുടങ്ങിയെന്ന് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി. പോട്ടെ. ഇത് രേണു സപ്പോർട്ടർ ആയിരിക്കണം കേട്ടോ, മേ ബി. കാരണം അവളുടെ പ്രൊഫൈലിലാണ് വന്നത്, അതുകൊണ്ട് അവളുടെ സപ്പോർട്ടർ ആയിരിക്കണം. ഈ സാമാനങ്ങളെയൊക്കെ പറ്റിയിട്ട് ഏതെങ്കിലും ബോധം വിവരമുള്ള ഒരു അഭിപ്രായം ചോദിക്കുമോ? എന്നല്ലേ കാലം തുപ്പത്തുള്ളൂ. അതെ, പ്രത്യേകിച്ച് ഈ സാധനത്തിനെ പറ്റിയിട്ട് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും പറഞ്ഞുതരാം. അതെ, അതാണ് നല്ലത്. അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞാൽ മതിയില്ല. ഈ സോഷ്യൽ മീഡിയയിലാണ് ഈ സമ്മാനത്തിന് ഞാൻ കണ്ടിട്ടുള്ളത്. കണ്ട് തികഞ്ഞിരിക്കുക. സോഷ്യൽ മീഡിയ മൊത്തം അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലായി. അവളവളുടെ ഇഷ്ടത്തിന് അവളവൾക്ക് ജീവിക്കണമെങ്കിൽ അവളവളെ ഇട്ടുകളിൽ പോയിരിക്കണം. അല്ല അവളവൾക്ക് ഇഷ്ടങ്ങൾക്ക് അവളവളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നാട്ടുകാരുടെ മൊത്തം ഇരുന്ന് കാണുന്ന സ്ഥലത്ത് വന്ന ഒരു പബ്ലിക് ത്രെട്ടായല്ല മാറേണ്ടത്. എൻ്റെ പൊന്നേച്ചിക്ക് ഒരു തേങ്ങ അറിയത്തില്ലല്ലേ? ചേച്ചിക്ക് അറിയത്തില്ലെങ്കിൽ ചേച്ചി വായും പൊട്ടിയിട്ട് മിണ്ടാതെ വീട്ടിൽ പോയി കവന്നിടന്ന് ഉറങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ചേച്ചി വന്നിട്ട് വായ്ത്താളം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാലേ കണ്ടോണ്ടിരിക്കണം നമുക്ക് പിടിക്കാതെ. കേട്ടാ, ഉള്ള കാര്യമെന്ന് പറയണമെന്ന് തോന്നി. ചേച്ചിയുടെ ഒരു മനസ്സ് ഒന്നും കാണാതെ പോകരുത്. അവരവർക്ക് ഇഷ്ടമുള്ളവരെ അങ്ങോട്ട് ജീവിച്ചോട്ടെ. എങ്കിൽ നാളെ എല്ലാ കൊലപാതകളും കൊലക്കാരങ്ങളും പീഡനന്മാരും അവന്മാർക്ക് ഇഷ്ടമുള്ളവരെ അവന്മാരും ജീവിച്ചോട്ടെ. എന്ത് സപ്പോർട്ട് ചെയ്യുമോ ചേച്ചി? ചോദിച്ചാൽ ഉത്തരം എന്താ? സപ്പോർട്ടറായിട്ട് വന്നിരിക്കുകയാണ്. രണാസുന സപ്പോർട്ടർ. ഒന്നും പണയാനില്ല. അയ്യോ, ചേച്ചിക്ക് അങ്ങോട്ട് പിടിച്ചില്ല രണാസുനിയെ പറഞ്ഞപ്പോ. ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? അവനവൻ്റെ ജീവിതം അവനവൻ ജീവിക്കട്ടെ. ബാക്കി ഓക്കെ, അവനവൻ്റെ ജീവിതം അവനവൻ്റെ ഇഷ്ടം പോലെ ജീവിക്കണേ. നാളെ ഞാൻ പോയി 10 പേരെ കൊല്ലാം, അല്ലെങ്കിൽ 10 പേരെ പോയി പീഡിപ്പിക്കുക. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചോട്ടെ. അതല്ല എൻ്റെ ശരി. ചേച്ചി സമ്മതിക്കുമോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ചേച്ചി സമ്മതിക്കുമോ? ഇല്ലല്ലോ. ആണെങ്കിൽ ഓക്കെ, ആയിക്കോട്ടെ. അതുപോലെ തന്നെയാണ് അവനവൻ്റെ ഇഷ്ടത്തിന് അവനവന് എന്ത് തോന്നിവാസവും മറ്റേ അടുത്ത പരിപാടിയും കാണിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് മൂട് താങ്ങി വിടാൻ എന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. സപ്പോർട്ടർ വന്നിരിക്കുന്നു. അയ്യോ, അവനവൻ്റെ ഇഷ്ടത്തിന് മൊഞ്ചിക്കോട്ടെ എന്ന്. ഇതെന്താ കടിക്കുക? എന്റെ ഏട്ടനെ തായോളി മൈരേന്ന് വിളിക്കാണ്ട് നിങ്ങൾ വീട്ടുകാരനും പോയി വിളിക്കടാ. അയ്യോ, വീട്ടുകാരെ വിളിക്കേണ്ട കുറ്റകൃത്യങ്ങൾ വീട്ടുകാർ ചെയ്തിട്ടില്ല. എന്നാൽ നിന്നെപ്പോലത്തെ ഒരു അപരാധി കിടന്ന് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തായും മൂവും മായും പായും ഇത്ര ഒക്കെ ഇട്ട് വിളിക്കേണ്ടി വരും. അമ്മാതിരി അപരാധമല്ലേ നീ കാണിച്ചു കൂട്ടുന്നേ? തങ്കം ചേട്ടൻ നീ എന്തിനാ അങ്ങനെ പറയുന്നത്? തങ്കം ചേട്ടൻ അങ്ങനത്തെ ഒരാളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് തനിക്കെന്താ അല്ലേ? തങ്കം ചേട്ടനെ ഇമാതിരി പച്ച തെറി വിളിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ രേണുത്? ഒന്നുമില്ല, നിന്റെ തന്തയല്ലേ? അയ്യേ, എന്ത് കൂറ അഭിനയോടാ ഇത്. കണ്ടിട്ട് എന്നെ കാലകാലം നിലത്തടിക്കാൻ തോന്നി. പോട്ട്. പൊതുവെ ഒരു സംസാരമുണ്ട്, രേണുവിനോട് ചാറ്റ് ചെയ്ത് രേണുവിനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു ടോക്ക്. എന്തുവാടാ പറയുന്നേ? പൊതുവെ ഒരു സംസാരമുണ്ട്, രേണുവിനെ ചാറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാമെന്ന്. ഷെയ്ക്ക് അത് മോശമാണ്. പച്ചക്ക് ഇങ്ങനെയൊന്നും വിളിച്ച് പറയുകടേ. ഞാൻ പോലും ഇങ്ങനെയൊന്നും ഇതുവരെ പറഞ്ഞില്ല. പറയട്ടെ. നടക്കുന്നുണ്ട്. അതിന്
കുറിച്ച് എന്താണ് രേണുവിന് എന്ത് പറയുന്നത്? ചെയ്യിപ്പിക്കാന്നാ ചേട്ടാ? അത് പിന്നെ ഷെയ്ക്ക് 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 കൈ കൈ കൈക്കുഴ കംപ്ലൈൻറ്റ് വേറെ ഒന്നും വിചാരിക്കില്ലേ, കൈക്കുഴ കംപ്ലൈൻറ്റ് ഷെയ്ക്ക് 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 അടിക്കുന്ന കാര്യം പറഞ്ഞു. ഏത് രീതിയിലാണ് രേണുവിന് അതിനൊന്നും രേണുസുതിയെ കിട്ടത്തില്ലെന്ന് ഇനി ചാടി പറയുന്നവർക്ക് പറയും. അതെന്താ ഷെയ്ക്ക് അടി നിർത്തിയാ രേണു? വൈ ഡു യു ഡു ഡോണ്ട് ഡു ഷെയ്ക്ക് അടി കണ്ടിന്യൂ യു വെൽ ഡഡ്. ഓ സീസണിൽ തന്നെയുള്ള കല്യാണമായിരുന്നു. സീസണിൽ തന്നെ ഒരാളെ കല്യാണമായിരുന്നു കണ്ടില്ല. അപ്പുറത്തവിടെ ചോറെടുക്കണം തോന്നുന്നു, പെട്ടെന്ന് പോ അങ്ങോട്ട് രേണു കേട്ടാ. ഞാനതൊരു തിരക്ക് അത്യാവശ്യം ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റ് എന്ത് ട്രീറ്റ്മെന്റ്? ഹെയർ ഹോസ്റ്റസ്, പ്ലംബറെ, എന്നെ ട്രീറ്റ്മെന്റാ? എങ്ങനെ ട്രീറ്റ്മെന്റ് അടിയിച്ചോണ്ട് കിടക്കുന്നവള്? എന്താ ഈ ട്രീറ്റ്മെന്റ്? ട്രീറ്റ്മെന്റ് വിവരം ബോധം പൊക്കണോളം ഒന്നും ഈ സെപ്റ്റിക് ടാങ്കിളെ വിളിക്കാറില്ല. അവൻ തന്നെയാണ് നിനക്കൊരു പേര് വിട്ടുന്നത്, സെപ്റ്റിക് ടാങ്ക്. അന്ന് കുറെ കുറ്റം പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് സപ്പോർട്ട് തന്നെ ചെയ്ത്. ഇതൊക്കെ സെപ്റ്റിക് ടാങ്കുകൾ, അതുകൊണ്ട് തന്നെയാണ് അറിഞ്ഞ ആ പേര് വിട്ടത്. എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹവും അക്ബറിനും വൈഫിനും ഉണ്ടാവട്ടെ. അയ്യോ, നിന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും കിട്ടാത്തത് കൊണ്ട് അവൻ രാവിലെ അല്ലേ ഇപ്പൊ അപ്പിയിടാൻ പോണില്ലെന്നാണ് അറിഞ്ഞത്. സത്യം, നിന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും കിട്ടാതിരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കേട്ടതിന് ശേഷം അപ്പിട്ടാണ് എനിക്ക് പോടി. ഇപ്പൊ വേറൊരു ഉടായ്പ പരിപാടി ഇറക്കിയിട്ടുണ്ട്. രേണുസുതി വന്ന് കമന്റ് ഇടാതെ ഞാൻ ഈ കണ്ണട ഊരില്ല. നീ കണ്ണി തന്നെ വെച്ചോടി, കണ്ണി കുരു അങ്ങോട്ട് മാറട്ട്. രേണു ശിജുവന് കമന്റ് ഇടാതെ കമന്റ് ഇവളെ എന്നെ പറയിപ്പിച്ച് ജയിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. കുറെ കൂറാളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. രേണുസുതി വന്ന് മൂഞ്ചാതെ ഞാൻ മൂഞ്ചൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. രേണു ചേച്ചി വോട്ടേക്ക് കമന്റ് ഇടാതെ ഞാൻ ഈ ഡമ്പല് താഴെ വയ്ക്കത്തില്ല. നീ അണ്ണാക്കിൽ കൂടി താഴെ കൂടി ഇറക്കി വിടറാ, പോടാ കളഞ്ഞിട്ട്. രേണുസുതിയുടെ ഡമ്പല് മാരോമൻ. ഇവള് കാണുമ്പോൾ എല്ലാം ഇങ്ങനെയാണ്. ഇവ എന്താ ഇങ്ങനെ? എന്തുവാടാ? രേണുസുതി വന്ന് കമന്റ് ഇടാതെ ഞാൻ ഷർട്ട് ഇടില്ല. അത് നന്നായി കേട്ടാ, അവക്ക് എളുപ്പമായി. ആയിക്കോട്ടെടാ, കണ്ടിന്യൂ. നീ ഒന്ന് ഒരു എല്ലാവരും ഇടണ്ട. എന്നിട്ട് ഇതെല്ലാം അവളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കൊളാബറേഷൻ ചെയ്ത് ഇരിക്കുക. ഇതെന്തുവാ? ഇറക്കടാ പെണ്ണിനെ. രേണുസുതി ചേച്ചി ഈ ഫോട്ടോയ്ക്ക് കമന്റ് ഇടാതെ ഞാൻ ഇവളെ താഴെ ഇറക്കില്ല. എന്തുവാടാ ഉദ്ദേശം? അത് ഇവിടെ ഇങ്ങനെയല്ലല്ലോ എഴുത്തേണ്ട, പൊസിഷൻ മാറിപ്പോയ. ഇവനെ പരിപാടി പറയത്തില്ലേ? എന്തുവാടാ ഇങ്ങനെ? എന്തായാലും രേണുസുതി വന്ന് താഴെ ഇറക്കാതെ ഇവൻ ഇനിയിപ്പോൾ അവൾക്ക് അപ്പിയിടണമെന്ന് തോന്നി. ഇവ എങ്ങനെ ഇറക്കും ഇവളെ? അവൾക്ക് പെട്ടെന്നൊന്ന് അപ്പിയിടണമെന്ന് തോന്നി. ഇവ ഇങ്ങനെ എന്ത് ചെയ്യും? സോ ടഫ് സിറ്റുവേഷൻ ഈസ് വെരി വെരി ബാഡ്. ഇനി എങ്ങനെ എന്നാലും അപ്പിയിടുന്ന എങ്ങനെയായിരിക്കും? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ. പെട്ടെന്ന് ഇപ്പോൾ രേണുസുതി കമൻറ്റ് ഇടാൻ കുറച്ച് താമസിച്ചു. ഇവൻ ഇവളെ താഴെ ഇറക്കത്തില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇവക്ക് ഇടയിൽ വെച്ച് അപ്പിയിടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവൾ എന്ത് ചെയ്യും? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. സോ സാഡ്. ഓക്കെ, രേണു ചേച്ചി ഫോട്ടോയ്ക്ക് കമൻറ്റ് ഇട്ടോട്ടോ, അല്ലെങ്കിൽ അപ്പിയിടണം അവൻ്റെ കുറുക്കിലായിരിക്കും. പോട്ടെ. ഇതാര്? നമ്മുടെ തൃക്കാക്കരയിലെ ചക്കയോ? ആട്ടെ, എവിടെയായിരുന്നു? സുഖപ്രസവമൊക്കെ കഴിഞ്ഞു. ആര്? സുഖപ്രസവം, ഇലക്ഷൻ റിസൾട്ട് എല്ലാം ഒന്നിച്ചായിരുന്നു. എന്താണ് മരാറെ സുഖപ്രസവത്തിനെ പറ്റിയിട്ട് തനിക്ക് പറയാനുള്ളത്? താനൊന്ന് സുഖമായിട്ട് പ്രസവിക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് 2 അമ്മിക്കൊഴയെടുത്ത് ഇടിക്കാനും പോകണം. തന്നെപ്പോലെ ഒരു മനുഷ്യൻ കെങ്കേമന തലയ്ക്കകത്ത് എന്ത് കയറിയിട്ടാണ് ഇമാതിരി ലെവലിലായെന്ന് ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. മാരാറെ, തനിക്കൊരു ഓസ്കാർ തരേണ്ടിയിരിക്കുന്നു. വെറുതെ തന്നാൽ പോലെ 2 വട്ടം കമത്തി ഇറത്തി തന്നു. അതിൻ്റെ അത്യാവശ്യമുണ്ട്. എന്തായാലും പൊട്ടിയ സ്ഥിതിക്ക് മാരാറിൻ്റെ അടുത്ത തള്ളു കേൾക്കാം. ഇലക്ഷൻ ആഘോഷത്തിലായിരിക്കും. റിസൾട്ടൊക്കെ ആഘോഷിക്കും. അപ്പൊ കേരളത്തിലെ എല്ലാ ആഘോഷ ടീമുകൾക്കും ഹാപ്പി ആഘോഷം. കരയടാ, ഇനിയെങ്കിലും ഒന്ന് കരഞ്ഞൂടാടാ നിനക്ക്. ഇനിയെങ്കിലും ഒന്ന് കരയടാ കുട്ട. മൂഞ്ചിയല്ലേ? ആയിക്കോട്ടെ. എന്തായാലും മൂഞ്ചി തിരിഞ്ഞിരിക്കണവനെ ഞാൻ വീണ്ടും തളർത്തുന്നില്ല. അവൻ തളർന്നവനാ. ഇനി അവൻ എന്തിനാ ഞാൻ തളർത്തുന്നത്? പോയില്ലേ, എല്ലാം പോയില്ലേ. എൻ്റെ കുട്ടേട്ടൻ്റെ കിങ്ങിണി വരെ പോയില്ലേ കുട്ടേട്ടാ? കുട്ടേട്ടൻ ഇനി എന്തിനാ കിങ്ങിണിയും വെച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം പോയി കുട്ടേട്ടാ. കുട്ടേട്ടൻ ഇനി വെറും പമ്പരം പോയ നക്ഷത്രക്കിളി. കൂടുതലൊന്നും പറയാനില്ല.
അയ്യോ മാരാൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ബിഗ് ബോസിൽ പോയി ഇരിക്കുന്നതിനേക്കാളും ഞാൻ ലുലുവിൽ പോയി കുനിഞ്ഞിരിക്കും. അത് കഴിഞ്ഞിട്ട് BJP-കാരന്മാരെ കുറ്റം പറഞ്ഞിട്ട് അതേ പാർട്ടി പോയി മത്സരിച്ച ലോകത്തിലെ ആദ്യത്തെ അവസാനത്തെ M1. ഇങ്ങനെ 100 കൂട്ടം അഭിമാനിക്കാൻ പറ്റിയ ഒരുത്തനാണ് നമ്മുടെ അഖിൽ മാരാർജി. ഒന്നും പറയാനില്ല. എന്തായാലും രേണുസുതേ, നിന്റെ യൂണിവേഴ്സിലേക്ക് വേണമെങ്കിൽ നീ വിളിച്ച് കയറ്റിക്കുക. 2 ഇഞ്ച് ആഹാ ചക്കിക്കത്ത ചങ്കരനായിട്ട് നിങ്ങൾക്ക് വാഴ ആ യൂണിവേഴ്സിൽ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ അണ്ണൻ തൂക്കി TVK നെക്സ്റ്റ് CM ഓഫ് തമിഴ്നാടുടാ 2 വർഷം കൊണ്ട് രൂപീകരിച്ച ഒരു പാർട്ടിയിൽ വന്നിട്ട് സ്വന്തം സീറ്റിൽ പോലും ജയിക്കൂലടാ, നിന്നെയൊക്കെ മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് തൊലച്ചിട്ടും പല ആരോപണങ്ങൾ കൊണ്ട് നെഞ്ചത്തിട്ട് കൊടുത്തിട്ടും ഏതൊക്കെ രീതിയിൽ ചവിട്ടി താഴ്ത്താം, ഏതൊക്കെ രീതിയിൽ തൊലയ്ക്കാമെന്ന് ചിന്തിച്ചിട്ടും ആ ലാസ്റ്റ് ഇറങ്ങാനിരുന്ന ജനനായകൻ എന്ന പടം ഇറക്കാതാക്കിയതും ഒക്കെയായിട്ട് ഒരുപാട് നാറിയ കളികൾ കളിച്ചു. പക്ഷേ ദ വൺ ആൻഡ് ഓൺലി ദളപതി വിജയ്, ദി ബ്രാൻഡ് CM ഓഫ് തമിഴ്നാട് നെക്സ്റ്റ് CM തന്നെയാണ്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഇനി ഒരു 8 പേരെയും കൂടി ഒന്ന് കറക്കണം, എടുക്കണം, CM. വേറെ അതിലൊരു മാറ്റമില്ല. എൻ്റെ പൊന്നുമക്കളെ, അണ്ണൻ തൂക്കി ചുവന്ന കരങ്ങളോട് അന്തമാതിരിയാണ് അണ്ണൻ തൂക്കിയത്. എന്തായാലും DMKയും EMIയും ഒക്കെ പെട്ട് മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരിയായെന്നേ പറയാനുള്ളൂ. അല്ല അണ്ണൻ വേറെ ലെവലില്ല. പണിയിട്ടടാ, പണി വെച്ചിരിക്കുക സെഞ്ചിട്ടാ പോച്ച്. എന്തായാലും അത് തന്നെയാണ് എൻ്റെ ഗൂസ് ബംസ്. ഞാൻ സത്യം പറഞ്ഞാൽ കാത്തിരുന്ന കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ട് ഒന്നുമില്ല കേട്ടോ. വൺ ആൻഡ് ഓൺലി TVK ജയിക്കണം. അതിനുവേണ്ടി തന്നെയാണ് കാത്തിരുന്നത്, അതിനുവേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്തത്. അതെന്തായാലും സാക്ഷാത്കരിച്ചതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ എൻ്റെ സന്തോഷം നോക്കിയാൽ പോരെ. അതെ തളപതി ഫാൻ, ഐ ആം വെരി വെരി ഹാപ്പി, സോ ഹാപ്പി. ഇത്രയും പറയണം തോന്നി. സമാധാനം. പിന്നെ അഖിൽമാരാൻ്റെ തോൽവി ഏറ്റവും കൂടുതലും വെയിറ്റ് ചെയ്തിരുന്നു. സത്യമുള്ള കാര്യം പറയുന്നത്. അടുത്ത പ്രാവശ്യം രേണുസുതി മത്സരിക്കണം കേട്ടോ. അടുത്ത 5 വർഷം കഴിയുമ്പം ഉറപ്പായിട്ടും NDAയിൽ തന്നെ നിൽക്കണം. വീണ്ടും 2020 തന്നെ നിൽക്കണം. 2030 എവിടെയെങ്കിലുമൊക്കെ കയറിയില്ല പൊട്ടണം. എന്തായാലും ബൈ.